ചേട്ടാ, രാജ്യം തലതാഴ്ത്തിയ ഒരു സംഭവമാണ് നിർഭയ കേസ്. അതിന് സമാനമായി പശ്ചിമ ബംഗാളിൽ കൊൽക്കത്തയിലെ ഒരു വനിതാ ഡോക്ടർ ക്രൂര ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. അതും രാജ്യത്തെ ഏറ്റവും തലതാഴ്ത്തിയതും അപമാനിക്കപ്പെട്ടതുമായ ഒരു സംഭവമായിരുന്നു. ഇപ്പോഴിതാ ചെന്നൈയിലും അണ്ണാ സർവകലാശാലയിലായിട്ട് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി പള്ളിയിൽ നിന്ന് തിരിച്ചു മടങ്ങവേ ക്രൂര ബലാത്സംഗത്തിനിരയായി. ഇപ്പോൾ ഒരു ബിരിയാണി കച്ചവടക്കാരൻ പ്രതി അറസ്റ്റിലായി. ഇത് DMK ഭരിക്കുന്ന, അതായത് തമിഴ്നാട്ടിൽ DMKയുടെ സ്റ്റാലിനാണ് ഭരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ DMK ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് പെൺകുട്ടികൾക്ക് ഇത്ര മാത്രമേ സുരക്ഷിതത്വമുള്ളൂ? അതോ ഇതും ഇനി എതിർ കക്ഷികളായ BJP എങ്ങനെയായിരിക്കും DMK തകർക്കാൻ വേണ്ടിയിട്ടും ഇതും ഒരു ഇതായിട്ട് എടുക്കുമോ? എന്തായാലും നാം പശ്ചിമ ബംഗാളിൽ എന്താണോ കണ്ടത് അത് തന്നെയാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ സംഭവിച്ചിരിക്കുന്നത്. പശ്ചിമ ബംഗാളിന് ഇത്തരത്തിലായിരുന്നു ഒരു മെഡിക്കൽ വിദ്യാർത്ഥി, ഡോക്ടർ പഠിക്കുന്ന ആ കുട്ടി ഇത്തരത്തിൽ, അതും അവിടുത്തെ ഒരു സ്റ്റാഫാണ്, ജീവനക്കാരനായിരുന്നു, ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയാകുന്നു, പീഡനത്തിന് ഇരയാകുന്നു. ആ കുട്ടി കൊല്ലപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പിന്നീട് നമ്മുടെ ബംഗാളിൻ്റെ ചരിത്രത്തിലില്ലാത്തൊരു വലിയ പ്രക്ഷോഭമാണ് അവിടെ ഉണ്ടായത്. മമതാ ബാനർജിക്കെതിരെയും അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസിനുമെതിരെയെല്ലാം വലിയ വിമർശനമുണ്ടായിരുന്നു. കാരണം അതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മരണം സംഭവിച്ചപ്പോൾ ഈ മൃതദേഹം പെട്ടെന്ന് സംസ്കരിക്കാനും ഈ പോസ്റ്റ്മോർട്ടം നടപടികളുമായി ബന്ധപ്പെട്ട് പല വീഴ്ചകളും ഉണ്ടാകുന്നു. അങ്ങനെയായിരുന്നു ആ ഒരു പൊതു വികാരം വന്നത് അവിടെ. പിന്നെ സാംസ്കാരിക നായകരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രതിപക്ഷ പാർട്ടികളും എല്ലാ വിദ്യാർത്ഥികളും ഉൾപ്പെടെ തെരുവിലിറങ്ങി മമതാ ബാനർജിക്കെതിരെ പോരാടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതെ, ആ രാജിയെക്കുറിച്ച് വരെ ചിന്തിച്ചിരുന്നു. കാരണം വർഷങ്ങളായി തന്നെ അവിടെ മമതാ ബാനർജി ഭരണം നടത്തി വരികയാണ്. പക്ഷെ ആ ചരിത്രത്തിൽ തന്നെ ഇല്ലാതെയായിരുന്നു അവർ ആദ്യമായി തന്നെ ഈ പ്രതിസന്ധിയിലേക്ക് പരുങ്ങുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അത്രയ്ക്ക് വലിയ പ്രതിഷേധമായിരുന്നു. കാരണം അത് അർഹിച്ചതാണ്. കാരണം ഒരു പെൺകുട്ടി മരണപ്പെടുന്നു, അതിനെ എങ്ങനെയെങ്കിലും തനിക്കെതിരെ വരാതിരിക്കാനുള്ള ശ്രമമായിരുന്നു അവർ ആദ്യം എടുത്തത്. ഈ പ്രതിക്കെതിരെ കൃത്യമായ നടപടി എടുക്കുവാൻ കഴിഞ്ഞില്ല. അത്തരത്തിൽ ആ വിമർശനം ഈ കുട്ടിയുടെ മാതാപിതാക്കൾ തന്നെ ഉന്നയിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് CBI അന്വേഷണം ആവശ്യപ്പെട്ട് വലിയ പ്രതിഷേധമാണ് കൊൽക്കത്തയുടെ തിരുവോരങ്ങളിൽ നാം കണ്ടത്. അതിന് സമാനമായ ഒരു പ്രതിഷേധമാണ് നിലവിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അത് ചെന്നൈയിലാണ്. 2 ദിവസം മുൻപായിരുന്നു ഇത്തരത്തിൽ പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിച്ച് വീണ്ടും ഈ സർവകലാശാലയിലേക്ക് 8:30 വരുമ്പോഴായിരുന്നു അതിന് സമീപത്തെ ഒരു ബിരിയാണി കച്ചവടക്കാരനായിരുന്നു. ഈ കുട്ടി മാത്രമല്ല, ഈ കുട്ടിയോടൊപ്പം മറ്റൊരു സുഹൃത്തും ഉണ്ടായിരുന്നു. ആ സുഹൃത്തിനെ മർദ്ദിക്കുകയും അതിനുശേഷം ഇയാളും പറയുന്നു 2 പേരുണ്ടെന്ന് പറയുന്നു. ഇപ്പോൾ എന്തായാലും ഒരു പ്രതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് കൂടുതലും പുറത്തു വരുന്നത്. ഈ കുട്ടിയെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിനെ ക്രൂരമായി തന്നെ മർദ്ദിച്ചിട്ട് ഈ കുട്ടിയെ സമീപത്തെ കുട്ടിക്കാട്ടിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോയ ശേഷമായിരുന്നു ഈ പീഡിപ്പിച്ചത്. അതെന്തായാലും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ ഈ പ്രതി DMKയുടെ സജീവ പ്രവർത്തകനാണ്. ഈ DMKയുടെ സജീവ പ്രവർത്തകനായതിനാൽ തന്നെയാണ് ഈ പ്രതിക്ക് ഈ ഭരണകൂടത്തിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നതായി BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്നുണ്ട്. BJP എന്തായാലും ഇതിനെതിരെ വലിയ പ്രക്ഷോഭമാണ് രംഗത്ത് വന്നിരിക്കുന്നത്. വലിയ തെരുവോരങ്ങളിൽ ഈ പ്രതിക്കെതിരെയും ഈ സർക്കാരിനുമെതിരെയും DMKയുടെ നേതാക്കൾക്കെതിരെയും ഉദയനിധി സ്റ്റാലിനും അതോടൊപ്പം തന്നെ സ്റ്റാലിനുമെതിരെയെല്ലാം വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ BJP ആരോപിക്കുന്നത് ഇദ്ദേഹം ഒരു DMK പ്രവർത്തകനാണല്ലോ. അതോടൊപ്പം തന്നെയാണ് ഈ ഉദയനിധി സ്റ്റാലിൻ്റെ മകനും ഇപ്പോഴത്തെ ഉപമുഖ്യമന്ത്രി ചലച്ചിത്ര താരവുമെല്ലാമായ ഈ ഉദയനിധി സ്റ്റാലിനുമായി ഈ പ്രതി ഒന്നിച്ചു നിൽക്കുന്ന ചിത്രങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ അവിടുത്തെ ആരോഗ്യമന്ത്രിയുടെ ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങളും ഈ അവിടുത്തെ ആരോഗ്യമന്ത്രിയായ സുബ്രഹ്മണ്യനൊപ്പമുള്ള ചിത്രങ്ങളും പ്രചരിക്കുന്നുണ്ട്. അതിനാൽ തന്നെയാണ് ഈ പ്രതിക്ക് DMKയുടെ ഭാഗത്ത് നിന്നും സംരക്ഷണം ലഭിക്കുമോ എന്നും എല്ലാവരും ചർച്ച ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ കുട്ടിക്കെതിരെ നടന്ന വലിയ തരത്തിലുള്ള പീഡനമായിരുന്നു. കാരണം 1 മണിക്കൂറിലധികം ഈ പ്രതി ഈ കുട്ടിയെ ഭീഷണിപ്പെടുത്തി പീഡിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് ഈ വീഡിയോ ചിത്രങ്ങളും ചിത്രീകരിക്കുന്നു. എന്നിട്ട് ഈ വീഡിയോ അവസാനം ഈ പീഡനം കഴിഞ്ഞിട്ട് ഈ വീഡിയോ ചിത്രങ്ങൾ കാണിച്ചിട്ട് ഭീഷണിപ്പെടുത്തുകയാണ്. താൻ വിളിക്കുമ്പോഴെല്ലാം തൻ്റെ അടുത്ത് വരിക എന്ന രീതിയിലുള്ള ഭീഷണിപ്പെടുത്തിയുള്ള സ്വരത്തിലുള്ള സംസാരവും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ പ്രതിയെ പിടികൂടിയിട്ടുണ്ട്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ സർവകലാശാല പരിസരത്ത് ബിരിയാണി കച്ചവടം നടത്തുന്ന ജ്ഞാനശേഖരനാണ് പിടിയിലായിരിക്കുന്നത്. ഇയാൾ കുറ്റം സമ്മതിച്ചതായി പോലീസ് പറയുന്നുണ്ട്. പ്രതി പെൺകുട്ടിയുടെ വീഡിയോ പകർത്തി സൂക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രതിക്കെതിരെ 7ഓളം കവർച്ച ഉൾപ്പെടെയുള്ള
ഈ ബലാത്സംഗത്തിനിടെ ഈ പീഡനത്തിനിടെ ഈ പെൺകുട്ടിയുടെ സ്വർണ്ണാഭരണങ്ങളും പ്രതി കവർന്നിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഇപ്പോൾ കേസുണ്ട്. 7ഓളം കേസുകളിലാണ് ഇപ്പോൾ പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ സംഭവത്തെ തുടർന്ന് തമിഴ്നാടിൻ്റെ വിവിധ ഇടങ്ങളിൽ വലിയ പ്രക്ഷോഭമാണ് ഉണ്ടായിരിക്കുന്നത്. മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ അവിടെ രാഷ്ട്രീയമായി നോക്കുമ്പോൾ അവിടെ ഒരു പ്രതിപക്ഷത്തിൻ്റെ കുറവുണ്ടല്ലോ. കാരണം അണ്ണാ DMK ആണ് അവിടുത്തെ സ്വാഭാവികമായി ഏറ്റവും കൂടുതൽ സീറ്റുള്ള പ്രതിപക്ഷം. പക്ഷേ അവർ ഇപ്പോൾ 2 തട്ടിലാണ്. അപ്പോൾ ആ ചുമതല ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന അണ്ണാമലയാണ്. അണ്ണാമല വലിയ രീതിയിൽ തന്നെ ഈ പ്രക്ഷോഭവുമായി വന്നിട്ടുണ്ട്. അദ്ദേഹം അതിനനുസരിച്ചുള്ള, കാരണം ഈ ജനവികാരം, കാരണം ഒരു സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് മൗനം തുടരുമ്പോൾ ഇങ്ങനൊരു സംഭവം സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുമ്പോൾ ആ പ്രദേശത്ത് ചോദ്യം ചെയ്യാൻ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം നിറവേറ്റാൻ എന്തായാലും ഇപ്പോൾ ആദ്യം രംഗത്തെത്തിയിരിക്കുന്ന അണ്ണാമലയാണ്. അണ്ണാമല ഇന്നു മുതൽ തന്നെ 48 മണിക്കൂർ നിരാഹാര സമരം ആരംഭിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ DMK ഭരണം അവസാനിപ്പിക്കും വരെ ചെരുപ്പിടില്ലെന്നും അദ്ദേഹം ഈ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള പല ശബ്ദങ്ങളും നാം മുൻപ് കണ്ടിട്ടുള്ളതാണ്. പലതരത്തിൽ ചെരുപ്പിടാത്തതും അതോടൊപ്പം താടി വളർത്തുന്നതും അങ്ങനെയുള്ള പല ശബ്ദങ്ങളും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കണ്ടിട്ടുണ്ട്. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ DMKയുടെ അണ്ണാമലയുടെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലൊരു ശബ്ദവുമായി അദ്ദേഹം മുന്നോട്ട് വന്നിരിക്കുന്നത്. അദ്ദേഹം എന്തായാലും ഇപ്പോൾ ജനകീയമായ പല വിഷയങ്ങളിൽ ഇടപെടുകയാണ്. പക്ഷേ ഇതങ്ങനെയല്ലോ, ഒരു മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ചൊരു സംഭവമായതിനാൽ തന്നെ അതിൽ വൈകാരികമായുള്ള പ്രതികരണം തമിഴ് ജനതയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. പ്രത്യേകിച്ച് ഈ സ്റ്റാലിൻ്റെ ഭരണത്തിനെതിരെ ഉണ്ടാവുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് ഈ തുടക്കമെല്ലാം വലിയ രീതിയിൽ മികച്ച സേവനങ്ങൾ നൽകുന്നു, സ്ത്രീ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്നു, സൗജന്യമായി പല ആനുകൂല്യങ്ങൾ നൽകുന്നു. അങ്ങനെ ഒരു മികച്ച ഭരണമായിരുന്നു ഈ സ്റ്റാലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിന് പിന്നാലെ അദ്ദേഹത്തിന് അഹങ്കാരം കൂടിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അവിടെയുള്ള 39ഓളം സീറ്റുകളുണ്ട്. ആ 39ഓളം സീറ്റുകളിൽ പൂർണ്ണമായി തന്നെ ഈ DMK ആണ് വിജയിക്കുന്നത്. കാരണം മറ്റ് പ്രതിപക്ഷ പാർട്ടികളായ BJPക്കോ DMKക്കോ ഒന്നുപോലും ഒരു സീറ്റ് പോലും ലഭിക്കുന്ന ഒരു അവസ്ഥയില്ല. അങ്ങനെ ഈ വലിയ വിജയത്തിൽ അദ്ദേഹം മതിമറന്നിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിന് പിന്നാലെയാണ് അദ്ദേഹത്തിൻ്റെ മകനെ ഉപമുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിക്കുന്ന അവസ്ഥയുണ്ട്. ആ പാർട്ടിയിൽ പലരും ഇതിനെതിരായിരുന്നു. കാരണം കുടുംബാധിപത്യമാണല്ലോ ആ പാർട്ടിയിൽ നിലനിൽക്കുന്നത്. കരുണാനിധി വരുന്നു, പിന്നീട് സ്റ്റാലിൻ വരുന്നു, ഇപ്പോൾ സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ വരുന്നു. അങ്ങനെ ആ കുടുംബ രാഷ്ട്രീയത്തിനെതിരായി തമിഴ്നാട്ടിൽ പ്രത്യേകിച്ചൊരു വികാരമുണ്ട്. ആ വികാരം നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഈ ഉദയനിധി സ്റ്റാലിനെ തന്നെ വീണ്ടും മുഖ്യമന്ത്രിയായി ആ കുടുംബത്തിൽ നിന്നും വീണ്ടും മറ്റൊരു ഉപമുഖ്യമന്ത്രിയെ എത്തിക്കുന്നത്. അതിനാൽ തന്നെയാണ് വലിയ പ്രതിഷേധം അല്ലാതെ തന്നെയുണ്ട്. പക്ഷേ ഈ ഉദയനിധി സ്റ്റാലിനെതിരെ ഇപ്പോൾ പ്രതിഷേധം വരുന്നത് ഇത്തരത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ്. ഈ പീഡന കേസിലെ പ്രതി ഈ സ്ത്രീ അതെ ഈ വിദ്യാർത്ഥിയെ ഇത്രയും മാരകമായി തന്നെ പീഡിപ്പിച്ചു, 1 മണിക്കൂറിലധികം പീഡിപ്പിക്കുകയും ആ ദൃശ്യങ്ങൾ പകർത്തുകയും പിന്നീട് അത് കാട്ടി ഭീഷണിപ്പെടുത്തുകയും താൻ വിളിക്കുമ്പോഴെല്ലാം തൻ്റെ മുൻപാകെ വരണമെന്നാവശ്യപ്പെട്ട ഈ ക്രൂരനായ പ്രതിയുടെ ഒരു സുഹൃത്താണ്. അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ അതിലൊന്ന് ഉദയനിധി സ്റ്റാലിനാണ്. അതിനാൽ തന്നെയാണ് ജനങ്ങൾക്ക് വലിയ വികാരമുള്ളത്. അത് വലിയ രീതിയിൽ തന്നെ തെരുവോരങ്ങളിൽ കാണാൻ കഴിയും, വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ കാണാൻ കഴിയും. ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് വിജയവുമായി ബന്ധപ്പെട്ട പ്രതികരണമാണ്. വിജയ് ഇപ്പോൾ വിജയുടെ പാർട്ടി തന്നെ അങ്ങനെയാണല്ലോ, ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ പിന്നോക്ക വിഭാഗക്കാർക്ക് പിന്തുണ നൽകുന്ന ഒരു പാർട്ടിയായാണ് അറിയപ്പെടുന്നത്. അപ്പോൾ വിജയുടെ ഭാഗത്തു നിന്നും ഇനി എന്തായിരിക്കും പ്രതികരണം ഉണ്ടാകുക എന്നതും എല്ലാവരും ഉറ്റുനോക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ വലിയ പ്രതീക്ഷയോടെയാണ് ഈ പാർട്ടി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. വീണ്ടും 2026 തങ്ങൾക്ക് അധികാരത്തിൽ വരാമെന്ന ഹുങ്കോട്, അത് ഒരു പ്രതീക്ഷ ഇപ്പോൾ ഹുങ്കായി മാറുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത്തരം ഒരു പീഡന കേസിലെ പ്രതികൾക്ക് സംരക്ഷണം ഒരുക്കുക, അതോടൊപ്പം തന്നെ അതിനെക്കുറിച്ച് ഒരു പ്രസ്താവന നടത്തുവാൻ, അതിൽ കൃത്യമായ നടപടിയെടുക്കുവാൻ ആ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല. മുഖ്യമന്ത്രിയുടെ മകനാണെങ്കിൽ ആ പ്രതിയുമായുള്ള ചങ്ങാത്തത്തിലുമാണ്. അതെന്തായാലും വലിയ രീതിയിൽ തന്നെ തമിഴ്നാട് രാഷ്ട്രീയത്തെ ഇപ്പോൾ ബാധിക്കുകയാണ്. തമിഴ്നാട് രാഷ്ട്രീയം ബംഗാളിൽ നാം എന്താണോ കണ്ടത് അതിനനുസരിച്ചുള്ള ഒരു പ്രക്ഷോഭമാണ് ആ തെരുവോരങ്ങളിൽ ഇനി കാണാനിരിക്കുന്നത്.